അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരാരുട്ടാതി മുക്കാലും 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ലഗ്നത്തിൽ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ചൊവ്വ ഇത്രയും ഗ്രഹങ്ങൾ ലഗ്നത്തിലാണ്. ഇവർക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ചില ജീവിതചര്യകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ചിന്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചിന്തകളുണ്ടാകും. കരിയറിലും ചില പുതിയ തീരുമാനങ്ങൾ, നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നെറ്റ്വർക്ക് അഥവാ ഒന്നിച്ചു ചെയ്യുന്ന, പലർ കൂടി ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ബിസിനസ്സോ ജോലിയോ അതിലൊക്കെ കുറച്ച് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ അഥവാ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടത്ര സമയം കൊടുക്കുകയും അതും കൂടെ കേട്ടുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിന്ത കൂടുതലാകുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം കുടുംബത്തിൽ വർത്തിക്കാൻ. ഇവർക്കും ശനിക്ക് വേണ്ട പരിഹാരങ്ങൾ, ശനിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ശാന്തി കർമ്മങ്ങൾ അഥവാ നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ഇതൊക്കെ നല്ലതാണ്. എള്ള് ദാനം ചെയ്യുന്നതും എള്ള് കിഴി ശാസ്താവിന് സമർപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്.